ശങ്കരാചാര്യ സ്വാമികൾ ഹരിശ്രീ കുറിച്ചത് ഈ ക്ഷേത്രത്തിലാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്, അതേമാതിരി വിക്കലുള്ള കുട്ടികൾക്ക്, ഇവർക്കൊക്കെ ഈ നാവുമണി നാരായം വഴിപാട് ഇവിടെ പണ്ട് മുതലേ ഉള്ളതാണ്. കുട്ടികൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. വിക്കൽ മാറി എന്ന് പറഞ്ഞിട്ട് പലതും ദേവിക്ക് അവർ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി. അതേമാതിരി തന്നെ വിജയദശമി ദിനത്തിൽ ഏതാണ്ട് 800ഓളം കുട്ടികൾ ഇവിടെ ഹരിശ്രീ കുറിക്കാൻ ഈ ക്ഷേത്രത്തിലെത്തും. ഒരു വർഷത്തിൽ ഒരു 10-15 മിശ്ര വിവാഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. വസന്ത പഞ്ചമി ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഈ ക്ഷേത്രത്തിൽ മാത്രമാണ് വസന്ത പഞ്ചമി ആഘോഷിക്കപ്പെടുന്നത് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആവണംകോട് സരസ്വതി ക്ഷേത്രത്തിലാണ്. കൊച്ചി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന നെടുമ്പാശ്ശേരിയിൽ എയർപോർട്ടിന് തൊട്ടുപിറകിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. സ്വയംഭൂവാണ് പ്രതിഷ്ഠ. വിദ്യയുടെ അതിദേവതകളായ ദക്ഷിണാമൂർത്തിയും ഗണപതിയും സരസ്വതിയും ഒരുമിച്ച് ഒരു ക്ഷേത്രത്തിൽ ഭക്തരെ അനുഗ്രഹിക്കുന്നു. പരമജ്ഞാനത്തിൻ്റെ ത്രിമൂർത്തികൾ സമ്മേളിക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൽ ദിവസവും വിദ്യാരംഭവും നടക്കുന്നു. കേദാർനാഥിലെ പൂജാരിയായ മലയാളി ട്രാവൽജി വരെ സന്ദർശനം നടത്തുന്ന ക്ഷേത്രം. നമുക്ക് ചോദിച്ചറിയാം ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളെക്കുറിച്ച്. എൻ്റെ പേര് സജീഷ് കെയാർ, കേരള ക്ഷേത്ര സേവാ ട്രസ്റ്റിൻ്റെ ട്രഷററാണ്. മധ്യ കേരളത്തിലെ നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ ആവണംകോട് സ്ഥിതി ചെയ്യുന്ന ആവണംകോട് സരസ്വതി ക്ഷേത്രം വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ്. ശങ്കരാചാര്യ സ്വാമികൾ ഹരിശ്രീ കുറിച്ചത് ഈ ക്ഷേത്രത്തിലാണ്. ശ്രീ പരശുരാമനാണ് ഈ ക്ഷേത്ര ചൈതന്യം കണ്ടെത്തിയതെന്നാണ് വിശ്വാസം. മിഥുനമാസത്തിൽ പൂയ നക്ഷത്രത്തിലാണ് ഈ ചൈതന്യം ഇവിടെ കണ്ടെത്തിയത്. അതുകൊണ്ട് അത് പ്രതിഷ്ഠാദനമായിട്ട് ആചരിക്കുന്നുണ്ട്. വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം കൂടിയാണത്. ശങ്കരാചാര്യ സ്വാമികൾ ഹരിശ്രീ കുറിച്ച ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പഴക്കം നമുക്ക് ആലോചിക്കാവുന്നുള്ളൂ. 1500 വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര ചടങ്ങുകളും അതേപോലെ തന്നെ ഇതിൻ്റെ നിർമ്മിതികളും കാണുമ്പോൾ തന്നെ അറിയാം ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം എത്രമാത്രമുണ്ടെന്ന്. ദേവമേള എന്നറിയപ്പെടുന്ന തൃശ്ശൂർ പെരുവനം ആറാട്ടുപുഴ പൂരത്തിന് ഈ ക്ഷേത്രത്തിൽ ഈ ഭഗവതി അവിടെ പൂരത്തിൽ പങ്കെടുത്തിരുന്നു എന്നതാണ് ചരിത്രം. 1945 കാലഘട്ടം വരയ്ക്ക് ഈ ക്ഷേത്രത്തിൽ നിന്നും ആറാട്ടുപുഴ പൂരത്തിന് ദേവി അവിടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ തന്നെ അറിയാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രൗഢിയും അതിൻ്റെ കാര്യങ്ങളും പഴയ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. വിദ്യാർത്ഥികൾക്കും അതേമാതിരി കലാകാരന്മാർക്കും ഈ ക്ഷേത്രത്തിൽ ദർശനം വളരെ ഉത്തമമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ സാരസ്വത മന്ത്രം ജപിച്ച നെയ്യ്, സാരസ്വതകൃതം നെയ്യ് ക്ഷേത്രത്തിൽ ഏത് സമയത്തൂടെ വാങ്ങിക്കാൻ കിട്ടും. അത് കഴിക്കുമ്പോൾ പഠിക്കാനുള്ള ബുദ്ധി കൂടുതൽ ഉണ്ടാവും. ഉയർന്ന പരീക്ഷകളും അതേമാതിരി ഇൻ്റർവ്യൂകളൊക്കെ പാസ്സാവാൻ ഇത് വളരെയധികം സഹായകരമാണ്. അതേമാതിരി നാവുമണി നാരായം ഈ ക്ഷേത്രത്തിലെ പ്രധാന ഒരു വഴിപാടിൽ പെട്ടതാണ്. നാവ് എന്ന് പറയുമ്പോൾ സ്ഫുടമായി സംസാരിക്കുവാൻ കുട്ടികൾക്ക്, അതേപോലെ തന്നെ നാരായം നന്നായിട്ട് എഴുതുവാനുള്ള കഴിവുണ്ടാവുന്നതിന് വേണ്ടിയും, മണി എന്ന് പറയുമ്പോൾ ശബ്ദം, ശ്രദ്ധ, കുട്ടികൾക്ക് നല്ല ശ്രദ്ധയും നല്ല കേൾവിശക്തിയും ഉണ്ടാകുന്നതിന് വേണ്ടി ഈ 3 ഗുണങ്ങളും ദേവിയിൽ നിന്നും കുട്ടികൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി ഇത് ഈ തട്ട് നടക്കിൽ വെച്ച് മണിയടിച്ച് പ്രാർത്ഥിച്ചാൽ ഈ 3 ഗുണങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവും എന്നാണ് സങ്കല്പം. കൂടാതെ താമരമാല, ഈ ക്ഷേത്രത്തിലെ താമരപ്പൂവ്, താമരമാല പ്രധാന വഴിപാടാണ്. മലർപ്പറ, അതേമാതിരി വിദ്യാവാഗീശ്വരി പൂജ, ഉന്നത പഠനത്തിന് ശ്രമിക്കുന്നവരും കൂടുതൽ മാർക്കൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് ഈ വിദ്യാവാഗീശ്വരി പൂജ വളരെയധികം ഉത്തമമാണ്. ക്ഷേത്രത്തിലെ
പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ചിങ്ങമാസത്തിൽ ഇല്ലന്നറ, അതേപോലെ തന്നെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അത് കഴിഞ്ഞാൽ നവരാത്രി. ഒക്ടോബർ മാസത്തിലെ നവരാത്രി ഇവിടെ 10 ദിവസവും വിശേഷമാണ്. 10 ദിവസവും ഇവിടെ കുട്ടികളുടെ അരങ്ങേറ്റങ്ങളായാലും ശാസ്ത്രീയ സംഗീതം, അതുമാതിരി ശാസ്ത്രീയ നൃത്തങ്ങളെല്ലാം ഇവിടെ അരങ്ങേറ്റങ്ങൾ നടക്കാറുണ്ട്. ഏതാണ്ട് നവരാത്രി കാലഘട്ടത്തിൽ ഇവിടെ ഒരു 600ഓളം കുട്ടികൾ പാടാൻ വരാറുണ്ട്. അതേമാതിരി തന്നെ വിജയദശമി ദിനത്തിൽ ഏതാണ്ട് 800ഓളം കുട്ടികൾ ഇവിടെ ഹരിശ്രീ കുറിക്കാൻ ഈ ക്ഷേത്രത്തിലെത്തും. അത് കഴിഞ്ഞാൽ വൃശ്യമാസ കാർത്തിക ഈ ക്ഷേത്രത്തിൽ വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മകരമാസത്തിലെ പഞ്ചമി നാളിൽ വസന്ത പഞ്ചമി എന്ന് പറയും. ഭാരതം ഒട്ടുക്കും സരസ്വതിദേവി പൂജിക്കുന്ന ഒരു ദിനമാണ് വസന്ത പഞ്ചമി. വസന്ത പഞ്ചമി ഇവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഈ ക്ഷേത്രത്തിൽ മാത്രമാണ് വസന്ത പഞ്ചമി ആഘോഷിക്കപ്പെടുന്നത് എന്നാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു പക്ഷേ ഈ ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടെ അടുത്തുള്ളതുകൊണ്ട് ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരും അതുമാതിരി ഷിപ്പ്യാർഡ്, നേവൽ ബേസ്, HMT ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള നോർത്ത് ഇന്ത്യൻസാണ് ഈ ദിവസത്തിൽ ഇവിടെ കൂടുതലും വരാറും. അവരുടെ കുട്ടികളെ വിദ്യാരംഭത്തിന് ഇവിടെ കൊണ്ടുവരാറുണ്ട്. അതുമാതിരി വൈകിട്ട് അവർ ക്ഷേത്ര ദർശനത്തിന് ധാരാളം പേര് കേരളത്തിന് വെളിയിലുള്ള ആളുകൾ ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട്. പിന്നെ മീനമാസത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലെ. വളരെ പ്രൗഢിയോട് കൂടി തന്നെയാണ് ഈ ഉത്സവം ഇവിടെ നടന്നു പോകുന്നത്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. രാമഞ്ചിറ ഭഗവതി എന്നാണ് പറയാ. അവിടെ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെങ്കിൽ അവിടെ മിശ്രവിവാഹങ്ങൾ ക്രിസ്ത്യനെന്നോ മുസൽമാനെന്നോ ഇല്ല. അവിടെ ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും അവിടെ മിശ്രവിവാഹം നടന്നു വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ രാമഞ്ചിറ ഭദ്രകാളി ക്ഷേത്രത്തിൽ. പണ്ട് മുതലേ അങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ. ഒരു വർഷത്തിൽ ഒരു 10-15 മിശ്രവിവാഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. അതുമാതിരി അയ്യപ്പ ക്ഷേത്രം. ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ ഇവിടെ നിന്നൊക്കെ വരുന്ന ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് കെട്ട് നിറച്ച് പോകുന്നത്. ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അതുമാതിരി അവർക്ക് മാല ഊരുന്നതിനും എല്ലാ സൗകര്യങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ആളുകളോട് വരാറുണ്ട്. സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നു പോകുന്ന ഡിവോട്ടീസാണ് അവരൊക്കെ. വിശാലമായ കുളമുണ്ട്, കുളിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ട സൗകര്യമുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കും അവർ ഈ ക്ഷേത്രത്തിൽ നിത്യം ആ സമയങ്ങളിൽ ശബരിമല സീസണിലൂടെ വരുന്നത്. നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സരസ്വതി സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങൾ, ഇത് സ്വയംഭൂ സരസ്വതി ക്ഷേത്രമാണ്. കേരളത്തിലെ അപൂർവമായ 3-4 ക്ഷേത്രങ്ങളെ സരസ്വതി ക്ഷേത്രങ്ങളുള്ളൂ. അതിലൊന്ന് പ്രാധാന്യം അർഹിക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രം കൂടിയാണ് ഇത്. കേരളത്തിലെ പ്രധാനപ്പെട്ട കലാകാരന്മാരും സംഗീതം പഠിക്കുന്ന വിദ്യാർത്ഥികളും എല്ലാവരും ഈ ക്ഷേത്രത്തിൽ പല ദിവസങ്ങളിലായിട്ട് വന്നു പോകാറുണ്ട്. ക്ഷേത്രത്തിൽ ദേവിയുടെ തിരുനടയിൽ മുമ്പുള്ള മണ്ഡപത്തിന്റെ അടിയിലാണ്. വേറെ ഒരു ക്ഷേത്രങ്ങളിലും അങ്ങനെ കാണില്ല. മണ്ഡപത്തിന് താഴെ അകത്തായിട്ടാണ് ഗണപതിയും ദക്ഷിണാമൂർത്തിയും ഉള്ളത്. അതുമാതിരി സിംഹവാഹനം ഉണ്ട്. വിദ്യയുടെ അതിദേവതകളായ ദക്ഷിണാമൂർത്തി, ഗണപതി, സരസ്വതി 3 സങ്കല്പവും കൂടിയുണ്ട്. അതുകൊണ്ടായിരിക്കാം നിത്യവും വിദ്യാരംഭം ഇവിടെ നടക്കുന്നത്. കൂടാതെ ദേവിക്ക് വീണാനാദം ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ദേവിയുടെ വീണ ക്ഷേത്രത്തിലുണ്ട്, വലിയമ്പലത്തിലുണ്ട്. വീണ വായിക്കാൻ അറിയുന്ന കലാകാരന്മാർ ഇവിടെ വരുമ്പോൾ ആ വീണയെടുത്ത് ദേവിക്ക് അഭിമുഖമായി ഈ വീണ വായിക്കാറുണ്ട്. അത് സാമവേദാർച്ചന എന്നാണ് അതിന് പറയുക. പാടാൻ കഴിവുള്ളവർക്കും ദേവിയുടെ തിരുനടയിൽ നിന്ന് പാടാം. പലരും ദർശനത്തിന് വരുന്ന സമയത്ത് ദേവിക്ക് മുമ്പിലെ കൈകൂപ്പി നിന്നുകൊണ്ട് പാടാറുണ്ട്. അല്ലെങ്കിൽ വലിയമ്പലത്തിലിരുന്ന് പാടാറുണ്ട്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക്, അതേമാതിരി വിക്കിലുള്ള കുട്ടികൾക്ക്, ഇവർക്കൊക്കെ ഈ നാവുമണി നാരായം വഴിപാട് ഇവിടെ പണ്ട് മുതലേ ഉള്ളതാണ്. ഇത് പലരും ഇതിവിടെ വെച്ച് പോയതിന് ശേഷം അവർക്ക് അനുഭവങ്ങൾ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. പലരും വരാറുണ്ട്. അത് നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി, വിക്കല് മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും അവരുടെ അഭിപ്രായങ്ങളൂടെ പറയാൻ വരാറുണ്ട്. അതേമാതിരി സാരസ്വതകൃതം നെയ്യ് അതും സേവിക്കാൻ കൊടുക്കാറുണ്ട് ഇവിടുന്ന്. അതൊരു 11 ദിവസം അല്ലെങ്കിൽ 21 ദിവസം സേവിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അതൊക്കെ ഒഴിഞ്ഞു മാറി നന്നായിട്ട് സ്ഫുടമായി സംസാരിക്കാൻ സാധിക്കും എന്ന ഒരുപാട് ഭക്തരുടെ അനുഭവങ്ങൾ വിളിച്ചു പോകുന്നുണ്ട്. പല ആൾക്കാരും ഇവിടെ വരാറുണ്ട്. ഇവിടെ വന്ന് തൊഴുതു ഈ വഴിപാടുകളൊക്കെ നടത്തിയതിന് ശേഷം
കുട്ടികൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. വിക്കൽ മാറി എന്ന് പറഞ്ഞിട്ട് പലതും ദേവിക്ക് അവർ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ പലരും വന്ന് സമർപ്പിക്കാറുണ്ട്. ഇരിഞ്ഞാലക്കുട കിടങ്ങാശ്ശേരി തരണല്ലൂർ രാമൻ നമ്പൂതിരിപ്പാട് അദ്ദേഹമാണ് ഈ ക്ഷേത്രം തന്ത്രി. കേരള ക്ഷേത്ര സേവാ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം. കേരള ക്ഷേത്ര സേവാ ട്രസ്റ്റ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും ഈ വർഷം മുതൽ 2023 മുതൽ 2026 വരെ ഒരു 3 വർഷം കാലഘട്ടത്ത് ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെയധികം പഴക്കം ചെന്ന ഈ ക്ഷേത്രം സംരക്ഷിച്ച് നിലനിർത്തുന്നതിനും വേണ്ടി ഒരുപാട് ധനം ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അതിപുരാതനവും അതിശ്രേഷ്ഠവുമായ ഈ ക്ഷേത്രത്തിൽ എല്ലാ ഹൈന്ദവ വിശ്വാസികളും ഒരിക്കലെങ്കിലും വന്ന് ദർശനം നടത്തേണ്ടത് തന്നെയാണ്. അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മയിൽ നിന്ന് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്തേ.